തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. നമുക്ക് വളരെ ചിലവ് കുറവുള്ള രീതിയിൽ, അതും നല്ല മോശമില്ലാത്ത നല്ല ഭംഗി ഉള്ള ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ ഇങ്ങനെയാണെന്ന് നോക്കാം. ഞാനധികം കാശൊന്നും ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. കൂടുതലും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്, എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് എല്ലാം ഭാഗങ്ങളും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്ത് വന്നതിൻ്റെ ഫോട്ടോസ് ഔട്ട്കം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ റൗണ്ട് അറേഞ്ച് ചെയ്യലായിരുന്നു കേട്ടോ മെയിൻ പണി എന്ന് പറയുന്നത്. ഈ റൗണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പറ്റിയിരുന്നില്ല. വേറൊരാളും കൂടെ എൻ്റെ ചേച്ചി സഹായത്തിന് വന്ന കാരണം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടോ. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഒരു ഗ്ലൂ തരും. അപ്പോൾ ആ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലേ അത് നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ആ ആ ഒരു കാലുണ്ടല്ലോ, അത് പാരലായി വെച്ചാലേ ഇങ്ങനെ വീഴാതെയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അത് പാരലായിട്ടല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളത് ആ കാറ്റലോഗിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സങ്കടം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ പന്തല പണിക്കാർ ചേട്ടന്മാർ ഇതുപോലെ നീലയും വെള്ളയുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കണ്ടപ്പോഴേ എനിക്ക് നല്ല സങ്കടമായി, കാരണം ഞാൻ കംപ്ലീറ്റ് ലാവൻഡർ തീമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിൽ ബ്ലൂ വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി. അങ്ങനെയാണ് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ഒന്ന് വന്നിട്ട് വൈറ്റ് ആക്കുമോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആക്കില്ല, അപ്പോൾ എന്താ നീ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വന്നിട്ട് എനിക്ക് വൈറ്റ് ആക്കി തന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അവർ വൈറ്റ് ആക്കാതിരുന്നത് ആദ്യം തന്നെ വൈറ്റ് ആക്കുകയാണെങ്കിൽ ബാക്ക് ഒന്നും കവറാവില്ല. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണും, നിഴലടിച്ചെല്ലാം കാണും. അപ്പോൾ ഈ ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ വൈറ്റ് ഇടാതിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഈ റൗണ്ട് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു നെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന്. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാലോ, എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ മെറ്റീരിയൽ കൊണ്ട് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതൊരു 2 മീറ്ററോ 3 മീറ്ററോ ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ കെട്ടി വെക്കുകയാണ് 2 സൈഡും. എന്നിട്ട് അപ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാനറൊക്കെ ഒട്ടിക്ക് എത്രയോടെ എളുപ്പമാവും എന്ന് തോന്നി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കെട്ടി വെച്ചതാണ്. ഇതും പിന്നെ ചെയ്തു വന്നപ്പോൾ ഇതില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കെട്ടിവെച്ചതിന് ശേഷം പിന്നെ ഞാനവിടെ സൈഡിൽ ബലൂണിൻ്റെ ഗാർലാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗാർലാൻഡ് വെച്ചാൽ ഇങ്ങനെ ബലൂണിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രിപ്പ്, ഗാർലാൻഡിൻ്റെ സ്ട്രിപ്പ് മേടിക്കാൻ കിട്ടും. ബലൂൺ ആർച്ചൊക്കെ ഉണ്ടാക്കുന്ന സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഈ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പിൽ കിട്ടും. ഞാൻ മെജോറിറ്റി ബർത്ത്ഡേയുടെ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത് ഫെജിയിൽ നിന്നാണ്, പിന്നെ മീഷോന്നും. അങ്ങനെ ഞാൻ കൂടുതലും മേടിച്ചിട്ടുള്ള കേട്ടോ. ഈ ഒരു റൗണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ റൗണ്ട് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. 594 രൂപ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബലൂണിൻ്റെ ഗാർലാൻഡ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അത് ഉണ്ടാക്കിയിട്ട് ഇതിൽ കംപ്ലീറ്റ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ് കെട്ടിക്കൊടുത്തതിന് ശേഷം എങ്ങനെ വരുന്നതാ ഭംഗി, എന്താ ഭംഗി, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കെട്ടിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഈ ഗാർലാൻഡ് ഉണ്ടാക്കി വെച്ചത് ബലൂൺ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അത് നല്ല കുഴപ്പമൊന്നുമില്ല, അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. പക്ഷേ എന്തായിരുന്നു പ്രശ്നം വെച്ചാൽ ഈ ബലൂണിൻ്റെ വെയിറ്റ് കാരണം ഈ ഒരു സ്റ്റാൻഡ് ഇടയ്ക്ക് വീഴുമോ അങ്ങനെ ഇളകണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കെട്ടിക്കൊടുക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബലൂൺ നിലത്ത് വീണുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ഒരു ഗ്ലൂ ഡോട്ട് ഉണ്ട്. ഗ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഫെജിന്ന് ഏത് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലും മേടിക്കാൻ കിട്ടും. ഞാൻ ഫെജിന്നാണ് മേടിച്ചത്. അത് നല്ല എളുപ്പമായിട്ട് നമുക്ക് ബലൂണുകൾ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഗ്ലൂ ഡോട്ട് എടുത്തിട്ട് ഒട്ടിച്ച് വെക്കുക ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ അവിടെ കണ്ണം വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കിടന്നിട്ട് പെടണത്. അമ്മ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഓരോരോ പണി കൊടുക്കുകയാണ് ചേച്ചി അവന്. ഫോൺ എടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഓരോ പണി കൊടുക്കുമ്പോൾ അവന് ഇത്തിരി സന്തോഷമാണ്. പിന്നെ ഈ ഒരു പന്തൽ കിട്ടിയപ്പോൾ അവൻ്റെ വിചാരം ഇതൊരു ബെഡാണെന്നൊക്കെയാണ്. അപ്പോൾ ഫുൾ കിടക്ക ഉരുണ്ട് പറയുക അങ്ങനെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഈ സമയത്തൊക്കെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ബലൂണിൻ്റെ ആ ഒരു ഗാർലാൻഡ് ഉണ്ടല്ലോ, അത് വെച്ചതിന് ശേഷം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇനി ഇത് ശരിയാവില്ലേ, സ്റ്റാൻഡ് മുഴുവൻ വീഴുമോ, ഇത് അങ്ങനെ ശരിയായില്ല, സ്റ്റാൻഡ് വീണ് പോവുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് കൊണ്ട് ഞാനൊരു ഗാർലാൻഡ് ഉണ്ടാക്കിയത് വെക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാണുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ
ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു കുറച്ച് എഫേർട്ട് ഇടണമല്ലോ, ആ ഒരു എഫേർട്ട് വേണം, അത്രയേ ഉള്ളൂ. ഇത് ഓരോ നൂലും അല്ലെങ്കിൽ നങ്കൂസ് അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെയിറ്റിന് വീഴുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് വീഴൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും പിള്ളേരൊക്കെ ഉള്ള കാരണം ഇനി കേക്കൊക്കെ മുറിക്കുന്ന സമയത്ത് അവരെങ്ങാനും തട്ടിയിട്ട് നമ്മൾ മേത്തേക്ക് വീഴുക, അത് ആൾക്കാരെല്ലാവരും വിളിച്ചു വരുത്തിയതൊരു മോശമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കർട്ടൻ്റെ ബാക്കിലുള്ള ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിൽ കൂടെ ചെറിയ ഒരു നമ്മളുടെ കമ്പി ഉണ്ടാവുമല്ലോ, ആ കമ്പി എടുത്തിട്ട് കെട്ടിക്കൊടുക്കുക ചെയ്ത് 2 സൈഡും കെട്ടി. അത് കെട്ടാൻ എൻ്റെ അച്ഛനാണ് സഹായിച്ചത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്ന കാരണമാണ് എനിക്ക് ഈ ഡെക്കറേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റി, ഇല്ലെങ്കിൽ ഞാൻ നക്ഷത്രം പോയേനെ. ഞാൻ ഏകദേശം ഒരു 200ഓളം ബലൂൺ മേടിച്ചിട്ടുണ്ട്. ഒരു 80 ലാവൻഡർ ഒരു പാക്കറ്റ്, പിന്നെ ഒരു ലാവൻഡറിൻ്റെ തന്നെ ഒരു 100 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ ഒരു 20 എണ്ണത്തിൻ്റെ വെള്ളയുടെ ഒരു പാക്കറ്റ്, അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ 200 എണ്ണം ഓൾമോസ്റ്റ് ചിലവായിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നതൊക്കെ ഞങ്ങൾ ഡെക്കറേഷൻ്റെ തന്നെ വേറെ മതിലിൻ്റെ മുകളിൽ അങ്ങനെ ഓരോന്നിലൊക്കെ ഒട്ടിക്കുകയായിരുന്നു. പിന്നെ ബോർഡിൻ്റെ മുകളിൽ അങ്ങനെ ഒട്ടിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് മൊത്തം ഡെക്കറേഷന് ഒരു 1500 രൂപയോളം ചിലവായിട്ടുള്ളൂ കേട്ടോ. ഓരോന്നിനും കറക്റ്റ് എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു സമയമൊക്കെ എത്തിയപ്പോഴേക്കും നല്ല ടെൻഷൻ വന്ന്, ഈശ്വര ഇനി ഇതെങ്ങനെ റെഡി ആവും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ പിന്നീട് ഉള്ള വീഡിയോ എനിക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആ ടെൻഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അപ്പുറത്തൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആ ടെൻഷനാണ്. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇത് അതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈസും പൂവും ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ വൈറ്റ് ബലൂണുകൾ ആക്കിയിട്ട് ഇതുപോലെ വീർപ്പിച്ച് ഒരു 3 ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 3 എണ്ണമായിട്ട് കെട്ടിയിട്ട് ഗ്ലൂഡോട്ട് വെച്ച് ഒട്ടിക്കുക ചെയ്തത്. കേക്ക് പിന്നെ ഞാൻ വലിയ ആർഭാടാക്കാൻ നിന്നിട്ടില്ല. ഇതുപോലത്തെ ഒരു 2 kg കേക്കായിരുന്നു മേടിച്ചത്. പിന്നെ എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 kg റെക്റ്റാങ്കിൾ ഷേപ്പുള്ള വേറൊരു കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി ശരിക്കും ആ തിരക്കിൻ്റെ ഇടയിൽ. ഇങ്ങനെ ഭയങ്കര കളറൊക്കെ ആയിട്ട് കഴിക്കാനും കുട്ടിക്ക് കൊടുക്കണതല്ലേ, പിന്നെ എല്ലാവരും കഴിക്കുമ്പോൾ കളർ അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കളറിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ജസ്റ്റ് വൈറ്റിൽ ജസ്റ്റ് ലാവൻഡർ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ആ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ഫിജിയിൽ നിന്ന് വാങ്ങിച്ചൊരു ടോപ്പറാണ്. അപ്പോൾ അത് 60 രൂപയോ അങ്ങനെ എന്തോ 30 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തു. ടേബിളിൽ ഞാൻ ഫെയറീസ് വീല് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഈ ചോപ്പ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ഐസ്ക്രീം സ്റ്റിക്ക്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഫോട്ടോ ഒട്ടിക്കുകയായിരുന്നു. പിന്നെ ഷേക്കിംഗ് കാർഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ചോപ്പ് സ്റ്റിക്കിന് ഒരു പാക്കറ്റിന് 50 രൂപയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡെക്കറേഷനിലുള്ള പൂവും ബട്ടർഫ്ലൈസും ഒക്കെ നമ്മൾ സാധാ ഒരു പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഗിൽറ്റ് പേപ്പർ ഉണ്ടല്ലോ, അത് ഒരു പേപ്പറിന് 10 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പാറ്റേൺ പേപ്പർ ഇല്ലെങ്കിലും സാധാ A4 ഷീറ്റ് എടുത്താലും മതി, അതിലെന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്തിട്ട് അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഗ്രൗണ്ടിൽ ഇതുപോലെ ചിന്മയുടെ വെൽക്കം ബോർഡ് ഉണ്ടാക്കി. അത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു കാർഡ്ബോർഡ്, ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് ഉണ്ടായിരുന്നേ. അത് ഇതുപോലെ ചാർട്ട് പേപ്പറിൽ ആദ്യം ഒട്ടിച്ചു. എന്നിട്ട് A3 സൈസിൽ നമ്മൾ ക്യാൻവയിൽ A3 സൈസിൻ്റെ ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്തിട്ട് അതിൽ എന്ത് ഡിസൈനാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ ആ ഡിസൈൻ ചെയ്തിട്ട് A3 സൈസിൽ തന്നെ ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് A3 സൈസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ A3 സൈസ് പ്രിൻ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സൈസ് ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന ഒരു സൈസ് നമുക്ക് കിട്ടും. എന്നിട്ട് അത് ഡയറക്റ്റ് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക. ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഞാൻ വെൽക്കം ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം കണ്ട ഫോട്ടോ തുടക്കമായിരുന്നു. അവസാനം എത്തുമ്പോഴേക്കും താഴത്തെ ബലൂൺ ഇത് പിന്നെ പുറത്ത് വെച്ച കാരണം താഴത്തെ ബലൂണൊക്കെ ആകെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. ചെടിച്ചട്ടിയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇതാണ് A3 സൈസിൻ്റെ മോഡൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് നല്ലൊരു ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടൊക്കെ കിടലാനായിരുന്നു. അത് നമ്മളായിട്ട് ചെയ്തതാണെന്നൊന്നും ആരും വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ചോദിച്ചു ബാക്ക്ഗ്രൗണ്ടിനൊക്കെ കൂടി എത്ര റേറ്റ് കൊടുത്തതെന്നൊക്കെ. അപ്പം കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ച ലുക്കും ഉണ്ട്, ആരും മോശമൊന്നും പറയില്ല. നല്ല ഈസി ആയിട്ട് ഇത്തിരി
ഇത്തിരി അധികം എഫേർട്ട് വേണം കേട്ടോ. എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ ബലൂണുകൾ ഇടയ്ക്കിടയ്ക്ക് വീഴും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ എപ്പോഴും വീണുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ വീണിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഡെക്കറേഷന് മാക്സിമം 2000 അതിൻ്റെ ഉള്ളിലേ എനിക്ക് ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ഓരോ കമൻറ്റുകളും എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത് എന്നുള്ളത് പറയണേ. അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ബൈ.